മൊഡ്യൂൾ 6 വെൽസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി റേഡിയൽ ഫ്ലോ ഇൻറ്റു എ ഫുള്ളി പെനിട്രേറ്റിംഗ് വെൽ ഇൻ കൺഫൈൻഡ് ആൻഡ് അൺകൺഫൈൻഡ് ആക്വിഫേഴ്സ് നമ്മൾ നോക്കി. അതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് നോക്കുന്നുണ്ട്. ഒരു 2 പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് തനിയെ വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കൺഫൈൻഡ് ആക്വിഫറിന്റെ പ്രോബ്ലം ആണ്. സോ ദ ഡിസ്ചാർജ് ഫ്രം എ ഫുള്ളി പെനിട്രേറ്റിംഗ് വെൽ ഓപ്പറേറ്റിംഗ് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ഇൻ എ കൺഫൈൻഡ് ആക്വിഫർ ഓഫ് 35 meter thickness is 3000 liter per minute. Drawdown at the 2 observation wells 12 meter and 120 meter away from the well are 3 meter and 0.3 meter respectively. Determine the permeability of the aquifer. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തൊരു പമ്പിംഗ് വെല്ലിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, 2 ഒബ്സർവേഷൻ വെൽസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് കാണാം, നമ്മൾ ഈ പമ്പിംഗ് വെല്ലെന്ന് പറയുന്നത് മാക്സിമം വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ വെല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഒബ്സർവേഷൻ വെൽസ് എത്രമാത്രം അതായത് പമ്പിംഗ് വെല്ലിൽ നിന്ന് വാട്ടർ എടുക്കുമ്പോൾ, പമ്പ് ചെയ്ത് എടുക്കുമ്പോൾ എത്രമാത്രം ഡ്രോ ഡൗൺ ഉണ്ടാവുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വാട്ടറിന്റെ ലെവൽ എത്ര താണു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒബ്സർവേഷൻ വെൽസ് സൈഡിൽ വെക്കുന്നത്. ഓക്കെ, അത് ദാറ്റ് ക്യാൻ ബി 1, 2 ഓർ എനി നമ്പർ. അപ്പോൾ അതൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒബ്സർവേഷൻ വെൽസിലെ വാട്ടർ ലെവൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ പമ്പിങ്ങിനനുസരിച്ച് എത്ര ഡ്രോ ഡൗൺ ഉണ്ടാവുന്നു എന്നുള്ളത് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലായിടത്തും റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ് പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിലായിരിക്കത്തില്ല വാട്ടർ ടേബിളിന്റെ ഹൈറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ വെൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു പമ്പിംഗ് വെല്ലിനെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു ഡിസ്ചാർജ് 3000 ലിറ്റർ പെർ മിനിറ്റ് എന്ന് പറയുന്നു. പിന്നെ 2 ഒബ്സർവേഷൻ വെൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഡ്രോ ഡൗൺസും തന്നിട്ടുണ്ട് അല്ലെ? അത് എത്ര ഡിസ്റ്റൻസ് അവേ ഫ്രം ദി പമ്പിംഗ് വെല്ലാണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഗിവൺ ഡേറ്റ എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഡിസ്ചാർജ് 3000 ലിറ്റർ പെർ മിനിറ്റ് ആണ്. പിന്നെ കൺഫൈൻഡ് ആക്വിഫറിന്റെ തിക്നെസ് തന്നിട്ടുണ്ട് 35 meters. S1 ആൻഡ് S2 അതായത് എത്ര ഡ്രോ ഡൗൺ ഉണ്ടായി എന്നുള്ളത് ഗിവൺ ആണ്, 3 and 0.3 meters. അത് എത്ര ചുറ്റളവിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു റേഡിയസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇനി ഏത് ഫോർമുല വെച്ചിട്ടാണ് പെർമിയബിലിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഫോർമുല നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു 2πT S1 minus S2 ln R2 by R1. ഓക്കെ, ആ എസിന്റെ ടേം ഒന്ന് മാറ്റാം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കിനി എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ച ഫോർമുല ഇതാണ്. അപ്പൊ ഞാൻ ഇത് LN ആയതുകൊണ്ട് അത് ലോഗിന്റെ ബേസിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ LN x ഇസ് ഈക്വൽ ടു എന്താ 2.303 log x അല്ലെ? അപ്പം ആ 2.303 log x എന്നുള്ള രീതിയിൽ ഒന്ന് മാറ്റിയിരിക്കുന്ന ഫോർമുലയാണിത്. ഇപ്പം ഈ മേളിലുള്ള 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 2.303 കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ 2.72. ഓക്കെ, അപ്പൊ കൺഫ്യൂസ് ആവണ്ട. LN തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ മാറ്റിയിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. LN എന്ന് പറയുന്നത് 2.303 log ആണ്. സോ അതുകൊണ്ട് ഞാൻ ഈ 2πയുടെ വാല്യൂ താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 2.303യുടെ വാല്യൂയും കൂടെ ചേർത്ത് ഡിവൈഡ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് ഈ 2.72. ബാക്കി ഫോർമുല സെയിം തന്നെ. ഓക്കെ, ഈ S1 മൈനസ് S2 എന്ന് പറയുന്ന ആ ഡ്രോ ഡൗണിന്റെ ഡിഫറൻസ് ആണ് അവിടെ കണക്കാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം T is equal to KB ആണെന്ന്. അപ്പൊ Tക്ക് പകരം KB എന്ന് പറയുന്ന ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. K നമുക്കറിയില്ല, B എന്ന് പറയുന്നത് 35 ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്കി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. S1ന്റെ S2ന്റെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, ലോഗ് R2 by R1 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്ചാർജ് M per മിനിറ്റിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, ലിറ്ററിലാണ് കിടക്കുന്നത്. സോ 3000 ഇൻറ്റു 10⁻³ ചെയ്തിട്ടാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 3 is equal to ബാക്കിയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ K എന്ന് പറയുന്നത് എന്താണ്, 0.0117 മീറ്റർ പെർ മിനിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നു. ഓക്കെ,
ഇനി രണ്ടാമത് ഒരു പ്രോബ്ലം കൂടെ ഒന്ന് നോക്കാം. ഇത് അൺകൺഫൈൻഡ് അക്വിഫറിന്റെ ഒരു പ്രോബ്ലം ആണ്. 30 സെന്റിമീറ്റർ വെൽ കംപ്ലീറ്റ്ലി പെനിട്രേറ്റ്സ് ആൻ unconfined aquifer of saturated depth 40 meter. After a long period of pumping at a steady rate of 1500 lpm, we draw down in two observation wells, 25 and 75 meter from the pumping well, were found to be 3.5 and 2 meter respectively. Determine the transmissivity of the aquifer. What is the drawdown at the pumping well? അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ട്രാൻസ്മിസിവിറ്റി കണ്ടുപിടിക്കാൻ ടി കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ഡൗൺ ആണ് അല്ലെ, അതായത് SW എന്ന് പറയുന്ന ടേം. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ ഡിസ്ചാർജ് 1500 LPM ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. 1500 ഇൻറ്റു 10⁻³ / 60. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എഴുതിയെടുക്കുക. ഇവിടെ ഡ്രോ ഡൗൺ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ആ ഡ്രോ ഡൗണിന്റെ ആ ഒരു ചുറ്റളവ് റേഡിയസും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അൺകൺഫൈൻഡ് ആക്വിഫറിന്റെ ഡെപ്ത് 40 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡെപ്ത് കൊണ്ട് ഡ്രോ ഡൗണും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് H1 H2 കണ്ടുപിടിക്കാം അല്ലെ. ടോട്ടൽ ഹൈറ്റ് 40 ആണ്. അപ്പൊ അതിൽ നിന്ന് ഡ്രോ ഡൗൺ കുറച്ചാൽ കിട്ടുന്നതാണ് ഈ H1 H2 എന്ന് പറയുന്ന ഹൈറ്റ് അല്ലെ. അപ്പം അത് ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. H2 എന്ന് പറയുന്നത് 40 മൈനസ് ഇവിടെ ഡ്രോ ഡൗൺ 2. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് 38 എന്ന് കിട്ടി. അതേപോലെ രണ്ടാമത്തെ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് ഇവിടെ 3.5 ആണ്. സോ H1 എന്ന് പറയുന്നത് 40 മൈനസ് 3.5 അത് നമുക്ക് കിട്ടി. അപ്പൊ H1 H2 കിട്ടി. R1 R2 നമുക്ക് അറിയാം. ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോർമുല അറിയാമല്ലോ. Q is equal to pi k into H2 square minus H1 square by ln R2 by R1. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇനി ബാക്കിയെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Q എഴുതിയിട്ടുണ്ട്, H2 എഴുതി, H1 എഴുതി, ബൈ ln 75/25. അപ്പൊ അതിൽ നിന്ന് നമുക്ക് K വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം K വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിസിവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ T is equal to KH എന്നുള്ള ഫോർമുല നമുക്കറിയാം. സോ 7.823 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു H എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി അക്വിഫർ ആണ്. സോ ദാറ്റ് ഇസ് 40. സോ അതിൽ നിന്ന് നമുക്ക് T വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ട്രാൻസ്മിസിവിറ്റി കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഇനി ഡ്രോ ഡൗൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡ്രോ ഡൗൺ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം പമ്പിംഗ് വെല്ലിനകത്ത് RW എന്ന് പറയുന്നത് 0.15 മീറ്റേഴ്സ് ആണ്. അതെങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഈ പമ്പിംഗ് വെല്ലിന്റെ റേഡിയസ് ഡയമീറ്റർ തന്നിട്ടുണ്ടേ 30 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഈ റേഡിയസ് വാല്യൂ കണ്ടുപിടിച്ചേക്കുന്നത്. ഇപ്പൊ 30 ഡിവൈഡഡ് ബൈ 215 ആയിരിക്കും നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. അതിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സോ RW നമുക്കറിയാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്, പൈ k ഇൻറ്റു H1 സ്ക്വയർ മൈനസ് HW സ്ക്വയർ ബൈ ln R1 ബൈ RW. അപ്പൊ അതിനകത്ത് നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ എഴുതിയെടുക്കാമല്ലോ. പൈ K വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. പിന്നെ H1, ഇത് H1 എന്ന് പറയുന്നത് സ്മോൾ H1 തന്നെയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഫോർമുലയിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. H1 നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂ തന്നെ 36.5 മൈനസ് HW നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. അതായത് ഡ്രോ ഡൗൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ HW കണ്ടുപിടിക്കണം. പിന്നെ ഡിവൈഡഡ് ബൈ R1ഉം R2ഉം R1ഉം RW നമുക്കറിയാം, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോർമുല എഴുതുമ്പോൾ H1 എന്ന് തന്നെ ആക്കുക കേട്ടോ, കാരണം ഇവിടെ R1 ആണല്ലോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് HW സ്ക്വയർ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് HW കണ്ടുപിടിച്ചു. അപ്പം HW കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് SW ഡ്രോ ഡൗൺ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ടോട്ടൽ ഡെപ്ത് അൺകൺഫൈൻഡ് അക്വിഫറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 40 ആണ്. സോ 40യിൽ നിന്ന് നമ്മൾ ഈ HWന്റെ വാല്യൂ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോ ഡൗണിന്റെ വാല്യൂ കിട്ടും അല്ലെ. അതായത് 40 മൈനസ് 28.49 will give you the drawdown SW is equal to 11.51 meters. Okay, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.